ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കഴിഞ്ഞ 2 ആഴ്ച എനിക്ക് വീഡിയോ ഇടുവാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ചെയ്യാൻ പറ്റാതെ പോയി. ഇന്ന് ഞാനൊരു പുതിയ വിഷയവുമായി നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാകുന്നു. എൻ്റെ മെസ്സേജ് കേൾക്കുന്ന ആളുകൾ കേൾക്കുകയും ഈ മെസ്സേജ് സബ്സ്ക്രൈബ് ചെയ്യുകയും കഴിയുന്നത്രോളം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞാനൊരു പുതിയ വിഷയവുമായി ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുക. മറ്റൊന്നുമല്ല, കേരളത്തിൽ ഇന്ന് തരംഗമായിരിക്കുന്ന വേടനും ഇരട്ട ശക്തിയും എന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. വേടൻ എന്ന് പറയുന്നയാൾ ഇന്ന് കേരളത്തിൻ്റെ യുവത്വത്തിന് ഹരമായി മാറിയിട്ടുണ്ട്. യുവജനങ്ങളുടെ ഹരമായി മാറിയിരിക്കുന്ന വേടൻ നമ്മുടെ സാംസ്കാരിക നഭോമണ്ഡലത്തിൽ ഒരു വെള്ളി വെളിച്ചം വീശുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം നമ്മുടെ നാടിനോട് പറയുന്നത് ഇരട്ട നീതി അവസാനിപ്പിച്ച് തുല്യനീതി എല്ലാവർക്കും കൈവരിക്കണം എന്നുള്ള മെസ്സേജാകുന്നു. ഇതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു വ്യത്യസ്തമായ ചിന്തയാകുന്നു ഈ ചിന്തയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേടൻ മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ ആരംഭിച്ചതല്ല. ചില നൂറ്റാണ്ടുകളായി മനുഷ്യർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയുടെ കാരണം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും മനുഷ്യൻ്റെ ഇടയിലെ ഇരട്ട നീതിയാണ് പ്രശ്നങ്ങളുടെ ഏക കാരണമെന്ന് മനസ്സിലാക്കുവാനിടയായിത്തീരും. അത് ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ വേടൻ ഉറക്കെ വിളിച്ചു പറയുന്നുവെന്ന് മാത്രം. ഇരട്ട നീതിയുടെ ശബ്ദം വളരെ കലുഷിതമാകുന്നു. നമ്മുടെ നവോത്ഥാന പുരുഷന്മാർ എല്ലാവരും ഇരട്ട നീതിക്കെതിരെ ശക്തമായി പടപൊരുതിയ ആളുകളാകുന്നു. അയ്യങ്കാളിയും കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും വൈകൽ കുമാരഗുരുദേവനും പാമ്പാടി ജോൺ ജോസഫും എന്നുവേണ്ട സമൂഹത്തിലെ സാധാരണക്കാരായ പരിഷ്കർത്താക്കളൊക്കെ ഈ കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയോട് വിളിച്ചു പറഞ്ഞ ഒരു ശബ്ദമാകുന്നു എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കണമെന്നുള്ളത്. പക്ഷേ ആ തുല്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇതുവരെയും എങ്ങും എത്തി നിൽക്കാതിരിക്കുമ്പോൾ പുതിയൊരു പാട്ട് പാടിക്കൊണ്ട് രംഗത്ത് വരുന്ന വേടൻ്റെ ശബ്ദം ഇവിടുത്തെ എല്ലാ ആളുകളും ശ്രദ്ധിക്കുവാനിടയായി. ഭരണവർഗവും പ്രതിപക്ഷവുമെല്ലാം ഒരുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാനിടയായി. അദ്ദേഹം പറയുന്ന ചില വസ്തുതകളെന്ന് പറയുന്നത്, ചോറ് കട്ടവൻ കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ കാട് കട്ടവൻ സുഖമായി ജീവിക്കുന്നു. ഈ ഒരൊറ്റ വാചകം മതി മനുഷ്യവർഗത്തിനിടയിലെ ഇരട്ട നീതിയുടെ നിഴലിച്ചു നിൽക്കുന്ന വസ്തുതകൾ മനസ്സിലാക്കുവാൻ. വിശപ്പടക്കുവാൻ വേണ്ടി ചോറെടുത്ത ഒരുവനെ എറിഞ്ഞുകൊല്ലുകയും സമ്പാദ്യത്തിനു വേണ്ടി കാടിളക്കി കാട് വെട്ടി നശിപ്പിച്ചവനെ താലോലിക്കുകയും ചെയ്യുന്ന ഒരു ഭരണനീതി ഇവിടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ടും അതല്ല നീതിയെന്നും പറയുവാനാണ് ഈ
വേടൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ വേടൻ പറയുന്നുണ്ട്, ഞാൻ പുലയനല്ല, പാണനല്ല, പറയനല്ല, നീ തമ്പുരാനുമല്ല എന്ന് ഉറക്കെ പറയുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദൻ അത് ഏറ്റെടുക്കുവാനിടയായി. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അത് ഏറ്റെടുക്കുവാനിടയായി. പ്രതിപക്ഷ പാർട്ടിയിലെ യുവനിര ആ ചിന്തകൾ ഏറ്റെടുത്തു. പക്ഷേ പ്രായമുള്ളവർക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല, ഒന്നുകിലും അവർക്കത് പറഞ്ഞത് മനസ്സിലായില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും ശരി, ഇരട്ട നീതിക്കെതിരെ ശക്തമായ രംഗത്ത് വന്ന വേടൻ ഇന്ന് സമൂഹത്തിലെ ഒരു ഹരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇരട്ട നീതി ഈ സമൂഹത്തിൽ ഏതൊക്കെ വേദികളിൽ, ഏതൊക്കെ സ്റ്റേജുകളിൽ, ഏതൊക്കെ നിലകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദീകരണം പറയുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല, എങ്കിലും ചുരുക്കമായി പറയാൻ ആഗ്രഹിക്കുന്നു. മത, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ മുഴുവൻ ഇരട്ട നീതിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആധ്യാത്മിക ലോകത്തും ഇരട്ട നീതിയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നീതി നടപ്പിലാക്കുന്ന പ്രസ്ഥാനമെന്ന് പറയുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലും ഇരട്ട നീതി കലർന്നു നിൽക്കുന്നത് കാണുവാൻ കഴിയും. അവിടെ ഏറ്റവും മുൻപന്തിയിലിരിക്കുന്ന ആളുകൾക്ക് ഏത് തെറ്റും ചെയ്യാം, സാധാരണക്കാരൻ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരേ തെറ്റ് ചെയ്ത സാധാരണക്കാരനും നേതാവ് രക്ഷപ്പെടുകയും സാധാരണക്കാരൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാമൂഹ്യ നീതിയാകുന്നു അവിടെ നടപ്പിലാകുന്നത്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനമാകുന്ന IPCയിൽ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ വ്യഭിചാരികളായി മുദ്രകുത്തി പുറത്താക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. പുലയ സെൻ്ററെന്നും പറയ സെൻ്ററെന്നും ഒക്കെ പറഞ്ഞ് ഇരട്ട നീതി നടപ്പിലാക്കുന്ന പ്രസ്ഥാനമായി ആ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആധ്യാത്മിക മണ്ഡലത്തിലെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാകുന്നു ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ ഇരട്ട നീതി കാണിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വേറുപെട്ടു പോയ കേരള റീജിയൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവിടെയും ഇരട്ട നീതി തന്നെയാണ് നടപ്പിലാകുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജാതി കോമരങ്ങൾ ആർത്തട്ടഹസിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല വിവിധ വിഭാഗങ്ങളും ആ സഭയിൽ നിന്ന് വിട്ടുപോയത് കാണുവാൻ കഴിയും. അതിൻ്റെ നേതാവ് പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ തന്നെ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് ആണിതറയ്ക്കുകയും അല്ലാത്തവനെ കൂട്ടുനിൽക്കുന്നവനെ രക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ട നീതി നടപ്പിലാക്കുന്ന പ്രസ്ഥാനമായി ആ പ്രസ്ഥാനവും അതപ്പതിച്ചിരിക്കുന്നു. പിന്നെ എവിടെയാണ് നീതി ലഭിക്കുക? നീതിക്ക് വേണ്ടി കരയുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട്. അത് രാഷ്ട്രീയത്തിലും മതത്തിലും മത സാമൂഹ്യ ബന്ധങ്ങളിലും നീതിക്ക് വേണ്ടി കരയുന്ന ഒരു കൂട്ടം പാവപ്പെട്ടവരും സാധാരണക്കാരനും പതിതലുമായ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് എവിടെ നിന്നും നീതി ലഭിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. നീതിക്ക് വേണ്ടി കരയുന്ന ഏതൊരാൾക്കും നീതി ലഭ്യമാക്കുക എന്നുള്ളതാകുന്നു ഒരു ഭരണകർത്താവിൻ്റെ ലക്ഷ്യമെങ്കിൽ അതിവിടെ നടപ്പിലാകുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെയാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുസ്തകത്തിൻ്റെ അനിയന്ത്രിതമായ കടന്നുവരവെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ അധികാരത്തോടുകൂടെ ന്യായം നടത്തും. മതത്തിലും സമൂഹത്തിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മുൻപിൽ താക്കീത് കൊടുക്കാൻ കഴിയുന്ന ഒരു പുസ്തകം, അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. വേദപുസ്തകത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നവർ പോലും ഇരട്ട നീതി നടപ്പിലാക്കുമ്പോൾ നീതിക്ക് വേണ്ടി കേഴുന്ന ഒരു കൂട്ടം ആളുകൾ ആ പ്രസ്ഥാനത്തിലുമുണ്ട്, ആ സമൂഹത്തിലുമുണ്ട് എന്നുള്ള വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത്തരമൊരു സമൂഹം വളർന്നു പന്തലിച്ച ലോകത്ത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും
അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം ഉറക്കെ പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ അധികാരത്തോടുകൂടെ ന്യായം നടത്തും. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ആപ്തവാക്യങ്ങളുടെ അപ്സരസായി മാറിയിരിക്കുന്ന, ഈ ആപ്തവാക്യങ്ങളുടെ സ്രോതസ്സായി മാറിയിരിക്കുന്ന ദൈവത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും അംഗീകരിക്കുകയും അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഇരട്ട നീതിയിൽ നിന്ന് മാറി തുല്യനീതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ സമൂഹം സത്വരമായ അനുഗ്രഹിതമായ അവസ്ഥയിൽ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരും കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നീതിക്കും സമാധാനത്തിനും സാഹോദര്യ ബന്ധത്തിനും വളരെ ശക്തമായ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വരുന്ന ആ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുവാൻ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ടും ആ തുല്യനീതി ഇവിടെ നടപ്പിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും യേശു ക്രിസ്തു എന്ന് പറയുന്ന മഹാരാജാവ് രാജ്യം ഭരിക്കുമ്പോൾ നീതി നടപ്പിലാക്കുന്ന ആ കൂട്ടത്തിൽ നാമും എത്തിച്ചേരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ ചിന്തകളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.